പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും തിന്മകളും രോഗങ്ങളും ഉപദ്രവങ്ങളും പരാജയങ്ങളും അന്ധകാരങ്ങളും നീക്കാൻ സ്വർഗം ദൈവം നമുക്ക് നൽകിയ ഒരു അത്ഭുത വഴിയെക്കുറിച്ചാണ്, ഒരു അത്ഭുത ശക്തിയെക്കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഒരു സാക്ഷ്യം കേൾക്കാം. ഈ അത്ഭുത ശക്തി എന്ന് പറയുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആൽഫി ജോൺസൺ. ഇതെൻ്റെ അമ്മച്ചിയാണ് ചിന്നമ്മ തോമസ്. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മച്ചി 1.5 വർഷമായിട്ട് കൈയും കാലും ഒരേപോലെ വിണ്ട് കീറി ചൊറിച്ചിൽ, സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിൽ, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കൈ വിണ്ട് കീറി നടക്കാൻ പോലും പറ്റില്ല. കയ്യും കാലും വിണ്ട് കീറി ഒരു ഭക്ഷണം ഒരു പിടി ഉരുട്ട് കഴിക്കാൻ പറ്റില്ല അല്ലേ? സ്പൂണും കൊണ്ടായിരുന്നു കഴിച്ചോണ്ടത്. അത് ഗ്ലൗസ് ഒക്കെ ഇട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി കോരി ഇങ്ങനെ നടക്കാൻ പോലും പറ്റാതെ കസേരയിലൊക്കെ ഇരുന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. ആയുർവേദവും അലോപ്പതി എല്ലാ രീതിയിലും നോക്കി, ഒരു മാറ്റവും ഇല്ല, ഒരു രീതിയിലും സൗഖ്യം കിട്ടുന്നില്ല. അങ്ങനെയാണ് എൻ്റെ മമ്മി പറഞ്ഞു, അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുക, അമ്മച്ചിനെ ഇരുത്തി നീ പ്രാർത്ഥിക്കുക, സൗഖ്യം വരും, ഉറപ്പാ, വിശ്വസിക്ക് പ്രാർത്ഥിക്കുക, നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചിയും ഞാനും ഞങ്ങൾ ഒരുമിച്ച് യൂട്യൂബിൽ കൂടെയും ടി വിയിലൂടെയും കണ്ടു. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അഭിഷേകാഗ്നി കണ്ടു. ഇപ്പോൾ 6 മാസമായി കൈ പൂർണ്ണ സൗഖ്യമായി, ഒരു കുഴപ്പമില്ല. കർത്താവ് അതൊക്കെ ഒരു വചനം കേട്ട് നിരന്തരമായി വചനം കേട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് ആദ്യം ഇത് കൈയും കാലും വിണ്ട് കയറിയിട്ട് എത്ര നാൾ ഇങ്ങനെ സഹിച്ചു? 1.5 വർഷം സഹിച്ചു. കയ്യും കാലും വിണ്ട് കയറി 1.5 വർഷം ഇവർ സഹിച്ചു ഒരുപാട് ചികിത്സ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു. അവര് ആദ്യം പറഞ്ഞു ഇതെന്താന്ന് അറിഞ്ഞൂടാ, പിന്നെ പറഞ്ഞു സോറിയാസിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. ഒരു മരുന്നുകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഫലിക്കാത്തൊരു സ്ഥിതി വന്നപ്പോൾ ആരോ ഇവരോടൊരു നിർദ്ദേശം കൊടുത്തു. വചനം കേട്ട് അഭിഷേകാഗ്നിയിൽ ഒരുപാട് പേര് സൗഖ്യം പ്രാപിക്കുന്നതായി അറിയുന്നുണ്ട്. അതുകൊണ്ട് യൂട്യൂബിൽ അഭിഷേകാഗ്നിയുണ്ട്. യൂട്യൂബ് തുറന്ന് അഭിഷേകാഗ്നി അപ്പം എല്ലാ ദിവസവും കാണാൻ തുടങ്ങിയോ? അഭിഷേകാഗ്നി യൂട്യൂബിൽ കൂടി ഡൗൺലോഡ് ചെയ്തിടും, എന്നിട്ട് ഇരുന്ന് കാണും. ഒരു ദിവസം 2-3 എപ്പിസോഡൊക്കെ അല്ലേ? 2 എണ്ണം വെച്ചൊക്കെ ഇരുന്ന് കാണും. കർത്താവിൻ്റെ വചനം നിരന്തരം. അതാണ് ജ്ഞാനം 16:12. കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ആ വചനം നേരിട്ട് പറയാം. കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്.
ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21 തൊട്ട് 23 വരെ വാക്യങ്ങൾ. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. വചനം കേട്ടാൽ അത് കാണാതെ പഠിക്കണം, അത് നിൻ്റെ ഉള്ളിലിരിക്കണം. നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ, അത് നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക വചനങ്ങൾ. അപ്പോഴോ, കാരണം അത് ഉൾക്കൊള്ളുന്നവന്, അത് വിശ്വസിച്ച് സ്വീകരിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവന് അവ ജീവനും അവൻ്റെ മുഴുവൻ ശരീരത്തിനും ഔഷധവുമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഈ അമ്മച്ചിയിൽ സംഭവിച്ചത്. അമ്മച്ചിക്ക് 2 വാക്ക് പറഞ്ഞു. അമ്മച്ചിയുടെ പേരെന്താന്ന് പറ? പേര് ചിന്നമ്മ തോമസ്. ഞാൻ 1.5 വർഷമായിട്ട് ഈ ചൊറിച്ചിലും കൈയും കാലും പൊട്ടി വിണ്ട് കീറി ഇങ്ങനെ സഹിക്കാൻ വയ്യാത്ത വേദനയും. 1.5 വർഷമായിട്ടല്ലേ ശരിക്കും? അപ്പോൾ ഇവരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ അമ്മച്ചീനെ മന്നി മൈക്കൂടെ കണ്ടു നിൽക്കുന്നവർ സഹിക്കില്ല. കാരണം അമ്മച്ചിയായിരുന്നു കഷ്ടപ്പെട്ട് രാത്രിയൊന്നും കിടന്ന് ഉറങ്ങാതെ ചൊറിച്ചില്ല. കല്ലേലൊക്കെ ഇട്ട് മാന്തി, കല്ലേലൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചവിട്ടി ഉരച്ച് മാന്തി. ദൈവമേ, ആ കത്തിയെങ്ങാനും കാണാതിരുന്ന ഭാഗ്യം. കത്തി ഉണ്ടെങ്കിൽ അതും എടുത്ത് ഇടയ്ക്ക് അങ്ങനെ ഞാൻ മൂർച്ചയില്ലാത്ത കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ ചൊറിയുന്നുണ്ട്. കൈ അത്രയും ചൊറിച്ചിലായിട്ട്. അത് ചൊറിച്ചിൽ വന്നവർ എന്ത് ചെയ്യും? ഇങ്ങനെ മാന്തി ഇങ്ങനെ മാന്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അഭിഷേകാഗ്നി കണ്ട് ഈ വചനം ഇങ്ങനെ കണ്ട് ഇങ്ങനെ കേട്ട് കേട്ട് അച്ഛനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വാസവും വേണമെന്ന്. യെസ്, വചനത്തെ സ്വീകരിക്കുമ്പോൾ വിശ്വാസം, പ്രാർത്ഥന, ഇത് 2 ആവശ്യമാണ്. പ്രാർത്ഥന മാത്രം പോരാ, എന്തുകൊണ്ട് വേണം? വിശ്വാസം. അപ്പോൾ ഈ അമ്മച്ചി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, അപ്പോൾ വചനം സൗഖ്യമായി. എൻ്റെ കൈ പൂർണ്ണമായി. ഇപ്പം കൈ ഇങ്ങനെ അമ്മച്ചിയുടെ കൈ ഇങ്ങനെ കാണിച്ച് നോക്കിയേ. മറ്റൊരു ചക്ക വിണ്ട് കീറിയ മാതിരി വിണ്ട് കീറിയിരുന്ന കൈയാണ്. സോറിയാസിസ് പോലെ കൈ ഫുള്ള് ക്ലിയർ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. 1.5 വർഷം വിണ്ട് കീറി ചലവും ചോരയും വന്ന് കണ്ട സങ്കടം വരും. അതുപോലെയായിരുന്നു അല്ലേ? അതങ്ങോട്ട് മാറി. അതുകൊണ്ട് ഇന്ന് അമ്മച്ചി വന്ന് സാക്ഷ്യം പറയും. 6 മാസമായത് ക്ലിയർ, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേൽക്കാം. ഇന്ന് യുവതിവാക്കന്മാരുണ്ട്, ബാലികാ ബാലന്മാരുണ്ട്, കുട്ടികളുണ്ട്. അനേക അവസ്ഥകളിലിരിക്കുന്ന നമ്മളെ ഇന്ന് കർത്താവ് എളിമയോടെ ഒരുമിച്ച് കൂടെ അനുവദിച്ചിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടെ അനുവദിച്ചിരിക്കുന്നത്? എഫേസോസ് 5-ാം അധ്യായം 26-ാം തിരുലിഖിതം. അവൻ സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വചനം നേരിട്ട് പറയാം. അവൻ സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു വചനം കൊണ്ട് നമ്മളെ വെണ്മയുള്ളവരാക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സഭ എന്നതുപോലെ ഓരോ ആത്മാവിനെയും യേശു ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി പിതാവിന് പ്രിയപ്പെട്ട ഗേഹമാക്കി മാറ്റുന്നുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിന് വസിക്കാൻ പറ്റിയ ഒരു വീടാക്കി നമ്മളെ മാറ്റുന്നത് യേശുക്രിസ്തു തൻ്റെ രക്തത്താലും തൻ്റെ വചനത്താലും നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുലിഖിതം. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നത്രേ. ഹല്ലേലൂയ, വചനം ഉറക്കെ പറയാം. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നത്രേ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് വലിയ ആഹ്ലാദത്തോടെ 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി. വലിയ സൗഖ്യം, വലിയ സൗഖ്യം, വലിയ ഹീലിംഗ്, ഡെലിവറൻസ്, മിറക്കിൾ ഇപ്പോൾ സംഭവിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. മഴയും വരുന്നപ്പോൾ തിരുവചനം അണയും, മഞ്ഞും മഴയും വരുന്നപ്പോൾ തിരുവചനം അണയും. ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. ഫലമേകാതെ വരില്ല, നിന്നിൽ ഫലമായി മാറിടും. കരങ്ങളടിച്ച് അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ കലമാരെ പോൽ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ
ഇടത്തോട്ടും വലത്തോട്ടും കനങ്ങി വലിയ ആഹ്ലാദത്തോടെ ജീവിക്കുന്ന കർത്താവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. ദൈവമക്കളെ, ആത്മാവിന്റെ ഭാരങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക, സന്തോഷിക്കുക, ഒന്ന് ചേർന്ന് ആഹ്ലാദിച്ച്. ഉള്ളിൽ നിറയും വചനം സൗഖ്യദായക വചനം, ചിന്തക്കുള്ളിൽ നിറയും വചനം രൂപാന്തരമേകും. ക്ഷീണങ്ങൾ മാറുന്നു, ഉള്ളിൽ നിറയും ശക്തി നിറയുന്നു, സൗഖ്യദായക വചനം വിടുതൽ സംഭവിക്കുന്നു, ചിന്തക്കുള്ളിൽ നിറയും രോഗങ്ങൾ മാറുന്നു, രൂപാന്തരമേകും. ശക്തിയോടെ പാവങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. പാവങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. കെട്ടുകളെല്ലാം പൊട്ടുന്നു, കൈകൊട്ടി പാടുന്നു. കെട്ടുകളെല്ലാം പൊട്ടുന്നു, കൈകൊട്ടി പാടുന്നു. കൈ ഉയർത്തി കൈയടിച്ച് അണ്ണന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു. മുടന്തന്മാരോ തലമാരെ പോ തുള്ളിച്ചാടുന്നു. അണ്ണന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു. മുടന്തന്മാരോ തലമാരെ പോ തുള്ളിച്ചാടുന്നു. ഓ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അങ്ങയുടെ ജീവനുള്ള വചനത്തെ ഇപ്പോൾ അയക്കണമേ കർത്താവേ. സ്വർഗത്തിൽ നിന്ന് വചനം പാഞ്ഞു വരുന്നു. അങ്ങയുടെ വചനത്തെ അയക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം അയക്കുന്നവനെ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എന്നിൽ വന്നു നിറയും വചനം യേശുവാകും വചനം. എന്നെ നയിക്കും നേർവഴി കാട്ടും ജീവദായക വചനം. എന്നിൽ വന്നു നിറയും വചനം യേശുവാകും വചനം. എന്നെ നയിക്കും നേർവഴി കാട്ടും ജീവദായക വചനം. രോഗങ്ങൾ മാറുന്നു, ഉന്മേഷത്താൽ നിറയുന്നു. രോഗങ്ങൾ മാറുന്നു, ഉന്മേഷത്താൽ നിറയുന്നു. പക്ഷികളെ പോൽ പറന്നുയർന്ന് പാടി സ്തുതിക്കുന്നു. പക്ഷികളെ പോൽ പറന്നുയർന്ന് പാടി സ്തുതിക്കുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു. മുടന്തന്മാരോ തലമാരെ പോൽ തുള്ളിച്ചാടുന്നു. സന്തോഷിച്ച് അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു. മുടന്തന്മാരോ തലമാരെ പോൽ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു. മുടന്തന്മാരോ തലമാരെ പോൽ തുള്ളിച്ചാടുന്നു. ശക്തിയോടെ കൈയടിച്ച് അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു. മുടന്തന്മാരോ തലമാരെ പോൽ തുള്ളിച്ചാടുന്നു. പാടി പാടി ആരാധിക്കുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു. മുടന്തന്മാരോ തലമാരെ പോൽ തുള്ളിച്ചാടുന്നു. തലമാരെ പോൽ തുള്ളിച്ചാടുന്നു. തുള്ളിച്ചാടുന്നു. സ്വർഗ്ഗധാനിറങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ ഹീലിംഗ് സംഭവിക്കണം. കർത്താവേ, ഇന്ന് വചനം കേൾക്കാൻ അങ്ങ് ഒരുമിച്ചോടുന്ന പ്രിയപ്പെട്ട എല്ലാ മക്കളുടെ മേൽ ഇപ്പോൾ സ്വർഗത്തിൻ്റെ നവ്യമായൊരു ചൈതന്യം നിറയട്ടെ. സകല ഹൃദയങ്ങളുടെ മേൽ ഉന്മേഷം നിറയട്ടെ. സകല ഹൃദയങ്ങളുടെ മേൽ സന്തോഷം നിറയട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. ബന്ധനത്തിരിക്കുന്ന ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. വലിയ വിടുതലുകൾ ലോകമെങ്ങും സംഭവിക്കട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ജീസസ് 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 ജീസസ്. In Jesus' name, in Jesus' name, let there be light, let there be healing, let there be mighty, mighty deliverance. Glory, hallelujah, hallelujah. Thank you, Lord. Thank you, Jesus. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാ ദൈവമക്കളും ദയവേദിയിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി
ഓരോ ശനിയാഴ്ചകളിലും അനേക കുടുംബങ്ങളിരുന്ന് ഉപവാസം എടുത്ത് ലക്ഷോപലക്ഷം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഭിഷേക്നി ടെലിവിഷനിലൂടെ കേൾക്കുമ്പോഴും യൂട്യൂബ് ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഒരു കാരണം അനേക ലക്ഷങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും ഇതിൽ ചേരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് ആരംഭിക്കാം, അടുത്ത ശനിയാഴ്ച തൊട്ട് ആരംഭിക്കാം. അതായത് എല്ലാ ആഴ്ചയും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി കാഴ്ചവെക്കുക. നമ്മുടെ സാക്രിഫൈസ്, നമ്മുടെ സഹനം, അത് അനേകം ആത്മാക്കളുടെ മാനസാന്തരത്തിന് കാരണമാകും. ഫാത്തിമയിൽ പരിശുദ്ധ മാതാവ് ആ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം പരിശുദ്ധ മാതാവ് ആ കുട്ടികൾക്ക് നരകത്തിൻ്റെ ദർശനം കാണിച്ചു കൊടുത്തു. അസംഖ്യം ആത്മാക്കൾ നരകത്തിലേക്ക് നിബന്ധിക്കുന്നു. എന്നിട്ട് പരിശുദ്ധ മാതാവ് പറഞ്ഞെങ്ങനെയാണ്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാനും ഉപവസിക്കാനും ആരുമില്ലാത്തത് കൊണ്ട് ആത്മാക്കൾ കൂട്ടം കൂട്ടമായി നിത്യനാശത്തിലേക്ക് നിബന്ധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, നമ്മുടെ കഷ്ടത ഇങ്ങനെയുള്ള വചന ശുശ്രൂഷകൾ കൊണ്ട് കാഴ്ചവെക്കുമ്പോൾ അനേകം കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കാൻ കർത്താവ് ഇടവരുത്തും. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനത്തിൻ്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ചാണ്. ഓരോ വചനവും ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 63-ാം തിരുലിഖിതം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എല്ലാ വചനവും ദൈവം തന്നെ, ഓരോ വചനവും ദൈവമാണ്. ഞാൻ നിങ്ങളത് ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ അതിൻ്റെ ശക്തി അപരിമേയമായ ശക്തിയാണ്. അതുകൊണ്ടാണ് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രകടമായ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്രബോധനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ഒരു എക്സോർട്ടേഷനാണ്. എവഞ്ചേലി ഗൗദിയും, സുവിശേഷത്തിൻ്റെ സന്തോഷം. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയൊരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു എക്സോർട്ടേഷനാണ്. അതിൽ ഈ എക്സോർട്ടേഷനിൽ 22-ാമത്തെ പാരഗ്രാഫ് 22 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ദൈവവചനത്തിന് അതിൽ തന്നെ പ്രവചനാതീതമായ ഒരു ശക്തിയുണ്ട്. ദൈവവചനത്തിന് അതിൽ തന്നെ പ്രവചനാതീതമായ ഒരു ശക്തിയുണ്ട്. രോഗികൾ ആ ശക്തി ചേർത്ത് വെച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. തകർന്ന ഹൃദയങ്ങൾ ആ വചനം ചേർത്ത് വെച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വചനം കേൾക്കുന്നവർ, കഠിന പാപികൾ ആ വചനത്തെ ഹൃദയത്തോട് ചേർത്താൽ മാനസാന്തരങ്ങൾ ഉണ്ടാവും. ജീവിതങ്ങളിൽ തടസ്സങ്ങളിരിക്കുന്നവർ ആ വചനം ചേർത്ത് വെച്ചാൽ തടസ്സങ്ങൾ മാറി വിടുതലുണ്ടാകും. അതാണ് മാർപ്പാപ്പ പറയുന്നത്, ദൈവവചനത്തിന് അതിൽ തന്നെ പ്രവചനാതീതമായ ശക്തിയുണ്ട്. ഒരിക്കൽ വിതയ്ക്കപ്പെട്ടാൽ കർഷകൻ ഉറങ്ങുകയാണെങ്കിൽ പോലും സ്വയമേവ മുളച്ചു വളരുന്ന ഒരു വിത്തിനെ പറ്റി സുവിശേഷകൻ പറയുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെ തിരുലിഖിതങ്ങളിൽ സുവിശേഷകൻ ഒരു സ്പെഷ്യൽ വിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് വിത്തിൻ്റെ പ്രത്യേകത? ഒരിക്കൽ വിതയ്ക്കപ്പെട്ടാൽ വിതക്കാരൻ, കർഷകൻ ഉറങ്ങുകയാണെങ്കിൽ പോലും സ്വയമേവ മുളച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വിത്ത്, ദൈവവചനം. ദൈവവചനം. ഇതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞെങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരൻ, ഒരൊറ്റ വചനമായിരിക്കാം, ആ ഒരു വചനം മതി നമ്മുടെ ജീവിതം മുഴുവൻ കീഴ്മേൽ മറിക്കും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടരുകയാണ്, വചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ഈ സ്വാതന്ത്ര്യം സഭ അംഗീകരിക്കണം. വചനത്തിൻ്റെ നിയന്ത്രണാതീതമായ, പ്രവചനാതീതമായ, നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഈ സ്വാതന്ത്ര്യവും ശക്തിയും ഞാനും നിങ്ങളും അംഗീകരിക്കണം, ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. ആ കുടുംബം, ആ സാക്ഷ്യം പറഞ്ഞ കുടുംബം കണ്ടില്ലേ, അവർ ആ വചനത്തിൻ്റെ ശക്തി അംഗീകരിച്ച് അവർ വചനം ഡൗൺലോഡ് ചെയ്ത് ആ വചനം കേൾക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചു. വചനശക്തിയാൽ, ദൈവവചന ശക്തിയാൽ അവരുടെ ഭവനത്തിലിരുന്ന് തന്നെ അവർ വചനത്തിൻ്റെ അത്ഭുതം കണ്ടു. അവർക്ക് വചനം അവിടെ സൗഖ്യമായി, അത് മെഡിസിനായി രൂപാന്തരപ്പെട്ടു. ആർക്ക് സുഖപ്പെടുത്താൻ പറ്റാതെ ക്ലേശിച്ചിരുന്ന കുടുംബത്തിൽ ആ വലിയ കഷ്ടതയിൽ വചനം അവർക്ക് മെഡിസിനായി രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, വചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ശക്തിയെ സഭ അംഗീകരിക്കണം.
നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും ചിന്താരീതികൾക്കും അതീതമായ വിധത്തിൽ വചനം അത് ആഗ്രഹിക്കുന്നത് നടപ്പാക്കും. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വചനത്തിനുള്ളിൽ തന്നെ ജീവനുണ്ട്. വചനം ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. ആ വചനം ആഗ്രഹിക്കുന്ന കാര്യം വചനം നടപ്പാക്കും. ഈ ഒരു കാര്യം യെശയ്യായുടെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 10-11 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 55 വേഴ്സസ് 10 and 11. മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നടപ്പാക്കും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. പ്രിയപ്പെട്ട സഹോദരൻ, ഓരോ വചനവും അതിൽ തന്നെ ശക്തിയുള്ളതാണ്. അത് ആഗ്രഹിക്കുന്ന കാര്യം അത് നടപ്പാക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് മാർപ്പാപ്പ നൽകുന്നത്. ദൈവം വചനത്തെക്കുറിച്ച് യെശയ്യ 55:11 പറയുകയാണ്, എൻ്റെ ഉദ്ദേശം അത് നടപ്പാക്കും. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ചെയ്യും. അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. സ്വരമുയർത്തി പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ജീവിക്കുന്ന ഈ കാലം അനുഗ്രഹിക്കപ്പെട്ടത്. കാരണം ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ഉണർന്ന് വചനം കേൾക്കുന്നവരാണ്. ലക്ഷോപലക്ഷം കുടുംബങ്ങൾ വചനത്തിൽ നിന്ന് പോഷണം സ്വീകരിക്കുന്നവരാണ്. അവർ കൺവെൻഷനിലേക്ക് പോകുന്നു, ധ്യാനങ്ങൾക്ക് പോകുന്നു, ടെലിവിഷനിലൂടെ വചനം കേൾക്കുന്നു, ഇടവകയിൽ പോയി വചനം സ്വീകരിക്കുന്നു. അങ്ങനെ അനേകം വിധത്തിൽ ജീവിതങ്ങളിലേക്ക് വചനം സ്വീകരിച്ച് പോഷണം കണ്ടെത്തുന്ന ലക്ഷോപലക്ഷം കുടുംബങ്ങൾ നമുക്ക് ചുറ്റിലുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ മറ്റൊരു വലിയ ശക്തിയാണ് അത് ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റും. അത് ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റും. നമ്മുടെ ജീവിതത്തിൽ തടസ്സമുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര നോക്കിയിട്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നാം വചനം കേട്ട് ആ വചനം പറഞ്ഞ് വചനത്തെ ഏറ്റുപറഞ്ഞ് വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ വചനശക്തിയാൽ തടസ്സങ്ങൾ മാറും. ഒരു ടീച്ചറിൻ്റെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മഞ്ജു, തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ടീച്ചറാണ്. കഴിഞ്ഞൊരു 14 വർഷമായിട്ട് ഒരു CBSE സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടി. അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് KTET, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അത്യാവശ്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ വലിയ ഒരിതായിട്ട് തോന്നിയില്ല. എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എഴുതി കഴിയുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. എഴുതി. ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ കിട്ടിയ മാർക്ക് 89. 90 മാർക്കാണ് വേണ്ടത്. 189. ഒരൊറ്റ മാർക്കും ഉണ്ടായിരുന്നെങ്കിൽ കയറി പോയല്ലോ. 180 മാർക്കിൽ നമുക്ക് 90 മാർക്ക് കിട്ടിയാലാണ് ക്വാളിഫൈഡ് ആവുക. തോക്കുക എന്ന് പറഞ്ഞാൽ സാരില്ല, പക്ഷേ ഈ ഒരു അര മാർക്കിനൊക്കെ തോക്കുക എന്ന് പറഞ്ഞാൽ തീരാത്ത വേദനയാവും. ഈ ഒരു വിഷമം എനിക്ക് പിന്നീട് 3 പ്രാവശ്യം ഉണ്ടായി. വീണ്ടും 3 പ്രാവശ്യം ഞാൻ എഴുതിയപ്പോഴും എനിക്ക് കിട്ടിയ മാർക്ക് 89. 90 തൊട്ടടുത്ത് വന്ന് നിൽക്കും. അങ്ങനെ 4 പ്രാവശ്യം പരാജയപ്പെട്ടത് ഒരൊറ്റ മാർക്കിന്. അപ്പോൾ ഈ ആദ്യത്തെ ഒരെണ്ണം +3 മൊത്തം 4. എൻ്റെ ഒരു ഫ്രണ്ട് ജീന ടീച്ചർ എല്ലാ വെള്ളിയാഴ്ച മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ടീച്ചർ ഇവിടെ അട്ടപ്പാടിയിൽ വരാറുണ്ട്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, ഞാനപ്പോൾ പറഞ്ഞിരുന്നത് എനിക്ക് KTET കിട്ടിയാൽ ഞാൻ വന്ന് അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്നാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ അട്ടപ്പാടിയിലൊന്ന് വായോ, സ്ലീവാപാതയിൽ മുട്ടൂത്തിയൊക്കെ ഒന്ന് നീന്തി നമുക്കൊന്ന് കയറാം, അങ്ങനെ നീ പ്രാർത്ഥിച്ചു നോക്ക്, കുരിശിൻ്റെ അവിടെ നമുക്ക് വിശ്വാസ പ്രമാണമൊക്കെ ഉണ്ട്, നീ ചെല്ലുമെന്ന് പറഞ്ഞു. ഞാൻ അവന് ഒക്ടോബറിൽ മിസ്സിൻ്റെ കൂടെ ഇവിടെ വന്നു. ആദ്യമായിട്ടാണ് അട്ടപ്പാടിയിൽ വന്നത്. അന്ന് സ്ലീവാപാതയിൽ ഞാൻ മുട്ടൂത്തി. സ്ലീവാപാത എന്ന് പറഞ്ഞാൽ കുരിശിൻ്റെ വഴിയുടെ കൽപാത. പുതിയ തലമുറയ്ക്ക് സ്ലീവ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. കുരിശിൻ്റെ വഴി, കുരിശിൻ്റെ പേരാണ് സ്ലീവ. ഇനി പുതിയ കുട്ടികളുടെ പേരൊന്നുമല്ല. അങ്ങനെ അവിടെ വന്ന് കയറി പ്രാർത്ഥിച്ചു. ഇവിടെ സാംസൺ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈ പിടിച്ച് നെറ്റിക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നത്തെ മാസം ടീച്ചർ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നെങ്കിലും ബുക്ക് ചെയ്തെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ല. തലേ ദിവസമാണ് ഞാൻ അതിനകത്തൊന്ന് മാറിപ്പോയത്. അപ്പോൾ ഞാൻ മിസ്സിനോട് പറഞ്ഞു, മിസ്സ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി വന്നപ്പോൾ മിസ്സ് എന്നോട് പറഞ്ഞു, അവിടെ KTET പാസ്സായ ഒരു ടീച്ചർ സാക്ഷ്യം പറഞ്ഞു. അതിലൊരു വചനം ആ ടീച്ചർ പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17. അപ്പോൾ ടീച്ചർ അത് ആ പാസ്സായ ടീച്ചർ പഠിച്ചിരുന്ന ബുക്കിൻ്റെ മേലെ ഈ വചനം എഴുതിയിട്ടിട്ടാണ് പഠിച്ചിരുന്നത്. സത്യം പറയല, ഞാൻ ആദ്യത്തെ 4 പരീക്ഷയ്ക്ക് പോയതും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്.
പിന്നീട് വരുന്ന പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഈ ബുക്കിൽ ഈ വചനം ഞാൻ എഴുതിയിട്ടായിരുന്നു. പരീക്ഷയുടെ അന്ന് രാവിലെ പരീക്ഷയ്ക്കാണല്ലോ പോണേന്ന് ഓർത്തിട്ട് ഞാനൊന്ന് 2-3 പേജ് വായിച്ചു നോക്കിയെങ്കിലേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല. 4 തവണ എഴുതി കുഴഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ പോയി പരീക്ഷ എഴുതി 90 മാർക്കിന് പകരം 111 മാർക്ക്. 111 നോക്കിയേ. അത് കാറ്റഗറി 2ഉം 3യും ഞാൻ എഴുതി. 2 നമ്പറുകൾ 2 പേർ, അതായത് 111 മാർക്ക്. ഹല്ലേലൂയ. കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ നോക്കുന്നുണ്ട്. 111 ഞാൻ കണ്ട് വെരിഫൈ ചെയ്തിരിക്കുന്നു. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എപ്പോൾ പരീക്ഷ എഴുതിയാലും 89 മാർക്ക്. എത്ര പഠിച്ച് തലകുത്തി മറിഞ്ഞ് പോലെ എഴുതിയാലും 89 മാർക്ക്. എത്ര കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പോയി എഴുതിയാലും 89 മാർക്ക്. അപ്പോൾ ഒരു ടീച്ചർ ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. ഇവിടെ സാക്ഷ്യം പറയുന്ന വേറൊരു ടീച്ചർ ഇങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ സെഫാനിയ 3:17 പുസ്തകത്തിൻ്റെ മുകളിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. നല്ല റിസൾട്ടോടെ പാസ്സായി. ഈ ടീച്ചറും അതുപോലെ തന്നെ ചെയ്തു. ഞാൻ 95 മാർക്ക് എഴുതി വെച്ചിട്ടുണ്ടായുള്ളൂ. അതായത് എത്ര മാർക്ക് നമുക്ക് കിട്ടും എന്നുള്ളതും കൂടെ ഞാൻ എഴുതി വെച്ചു. അപ്പൊ 90 മാർക്കിൽ ഒരു 5 മാർക്കും കൂടെ കൂടുതൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ 95 മാർക്ക്. ടീച്ചറൊക്കെ മാക്സിമം ക്ലെയിം ചെയ്യാൻ നോക്കിയാൽ 95 വരെ എത്തുള്ളൂ. അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. അത്ര എഴുതി വെച്ചു. പക്ഷെ കർത്താവ് അങ്ങോട്ട് ബ്ലസ് ചെയ്തു. 111 മാർക്ക് കൊടുത്ത് കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 147-ാം സങ്കീർത്തനത്തിൽ 11-ാം തിരുലിഖിതം വചനം ഇങ്ങനെ പറഞ്ഞത്, അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പനകളെ അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വചനം അയക്കുന്നവനാണ് കർത്താവ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വചനം അയച്ച് എന്നെയും നിങ്ങളെയും വചനത്താൽ വെണ്മയുറ്റവനാക്കുന്നതാണ് കർത്താവ്. സൗഖ്യപ്പെടുത്തുന്നതാണ് കർത്താവ്. തടസ്സങ്ങൾ വചനത്താൽ നീക്കം ചെയ്യുന്നതാണ് കർത്താവ്. ഓരോ വചനവും ദൈവം തന്നെ. ഈ സമയം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, ഇതിനു മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവവചന ശുശ്രൂഷകളെ ദുഷിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. അതിനെ ഇകഴ്ത്തി കാണുകയോ വില കുറച്ച് കാണുകയോ വില കുറച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ എളിമപ്പെടുക, പ്രാർത്ഥിക്കുക, മാപ്പ് ചോദിക്കുക. വചനത്താൽ വിടുതൽ, വചനത്താൽ അത്ഭുതങ്ങൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, രോഗികൾ ഈ സമയം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. അനേക നാളുകളായി തടസ്സങ്ങളിരിക്കുന്നവർ സെഫാനിയ 3:17 വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശയ്യായുടെ പുസ്തകം 45:2 വചനം എഴുതി വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അനേക തടസ്സങ്ങളിൽ വിടുതലുണ്ടാവും. വചനം ശക്തിയാണ്. വചനം അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. അത് ഉരുവിട്ട് ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കാം. യേശുവേ, അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അവിടുന്ന് നിർദ്ധരിയായി ഒഴുക്കണമേ. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഒഴുകി വന്നിടൂ വലിയ ആഗ്രഹത്തോടെ കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ,
അഭിഷേകം